നമസ്കാരം. വീണ്ടും മണി പിച്ച് മലയാളം യൂട്യൂബ് ചാനലിൽ നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം. തങ്കം താളറിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. എങ്ങനെയോ നമ്മളെ രക്ഷിച്ചു. അടക്കം സ്വർണം വച്ചിരിക്കുന്നു. അവർ ജിക്ക് ഒരു നന്ദി പറയാം. 1000 രൂപ വിലയേറ്റിയ മഹാനാണ്. ഇന്ന് ആക്ച്വലി 12,000 രൂപയ്ക്ക് കിട്ടിയിരിക്കേണ്ട സ്വർണത്തിന് 1340 രൂപയ്ക്ക് വിൽക്കുന്നു. മഹാന് വളരെ നന്ദി പറയണം നമ്മൾ. ഇത് കാരണം നമുക്ക് ഏതൊരു പ്രോബ്ലമും ഇല്ല. 24 ക്യാരറ്റ് 14,335 രൂപയാണ്. 3000-ന് കിട്ടേണ്ടത് സാധനങ്ങളാണ്. ഇത് 22 ക്യാരറ്റ് വന്നിട്ട് 13,130 ആണ്. റിയൽ ഡമാൾ എവിടെ നിന്ന് നോക്കുവാണെങ്കിൽ ഇള്ളിയാണ്. വളരെ സന്തോഷമായിട്ടുണ്ട്. ഇങ്ങനെ 230 രൂപ എന്നാണ് പറയുന്നത്. എപ്പോഴും പറയാറുണ്ട് ഇതൊക്കെ തമാശ കളിയാണ്, അവർ ചുമ്മാ പറയുന്നുവെന്ന്. ആക്ച്വലായിട്ടുള്ള വെള്ളിക്കുള്ള ഒരു വില എന്താണെന്ന് വെച്ചാൽ 213 ആണ്. 1,13,742 രൂപയാണ്. ഇതേ കുറച്ച് ഏറിയിരിക്കുന്നു. 1,12,000-ന് കിട്ടുന്നു എന്ന് പറയുന്നു. ഈ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ $58 വന്നിട്ടുള്ളത്. ഗോൾഡ് 4,000-ൻ്റെ താഴെ ചെന്ന് $3,990 അടുത്തിരിക്കുന്നു. ഗോൾഡ് നമ്മുടെ ഡോളർ വിറ്റുകൊണ്ടേയിരിക്കുന്നു. 94.22. ചൈന $73 വന്നിരിക്കുന്നു. എങ്കിൽ 7 രൂപ വില കിട്ടുമോ എന്നത് പോയി മഞ്ചാടുന്നു. പക്ഷെ എന്ത് പറയുന്നു എന്നാൽ സ്കേറ്റുകാരനെ ഇറക്കൂല എന്ന് പറയുന്നു. ഏറ്റിയത് തന്നെ. പക്ഷേ കയറിയില്ല എന്ന് പറയുവാണെങ്കിൽ ഒരുത്തർ പറയുന്നു ഈ സാമ്പാർ ചീവല ഏതോ ഒരു ചീവലെ കുറിച്ച് പറയുന്നു. അത് 66 രൂപയ്ക്ക് ഇരുന്നത് ഇപ്പോൾ പെട്ടെന്ന് 80 രൂപ എന്ന് പറയുന്നു. ഇത് വില റോക്കറ്റ് സ്പേസിലാണ് ചെന്നുകൊണ്ടിരിക്കുന്നു എന്ന് അയാൾ പറയുന്നു. അയാൾ എന്ത് പറയുന്നു എന്നാൽ ഈ സൺഫ്ലവർ ഓയിൽ 100, 110, 120 എന്നിരുന്നത് 200-ൻ്റെ അടുത്ത് ചെന്നുകൊണ്ടിരിക്കുന്നതായിട്ട് പറയുന്നു. ഇതൊക്കെ സത്യമായില്ല എന്ന് എനിക്കറിയത്തില്ല. എല്ലാ ഭാഷ കയറിയില്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഇത് പറയുന്നതാണ് നിങ്ങളത്. മാഡം ഈ ചോറ് കളിക്കത്തില്ല, എണ്ണ ഉപയോഗിക്കത്തില്ല. സോ അവർക്ക് ഇതിനെക്കുറിച്ച് വിഷമമില്ല. അതായത് എന്ത് കാര്യം എന്ന് വെച്ചാൽ ഒരു സമയം 160-ൻ്റെ ഇതിൽ പ്ലസ്സിൽ ഉണ്ടായിരുന്നു. സോ ഇന്നും ഡെഡ് ക്യാപ് ബൗൺസ് എന്ന് പറഞ്ഞ് പറ്റിക്കുന്നു. വന്നില്ലയോ എന്ന് ഞാൻ വിചാരിച്ചായിരുന്നു. അങ്ങനെ നോക്കിയിട്ട് ഇപ്പോൾ മാലജ വരയ്ക്ക് കല്യാണത്തിന് ചെന്നായിരുന്നു. ഈ സൈഡ് തിരികെ വരണ മുമ്പ് ആ ഗ്യാപ്പിൽ അടിച്ച് 34 പോയിന്റ് ആക്കിയിരിക്കുന്നു. ഇന്നും ഒരു അരമണി നേരം എക്സ്റ്റൻഷൻ കൊടുത്തെങ്കിൽ അതിന് നെഗറ്റീവ് ആക്കിയിരിക്കും. അതേസമയം ബാങ്ക് നിഫ്റ്റി 365 പോയിന്റ് പ്ലസിൽ തുടങ്ങിയത്, 26 പോയിന്റ് ഗാലി. ഇതൊക്കെ രാവിലെ നോക്കിയ ഫിഗറാണ്. അതിന് അടിന്ന് അടിച്ചിരിക്കും. ആട്ടോ 2%, FMCG 0.6, ആർമ 0.4, ഇറ്റി 0.6, ഇറ്റൽ -0.6. ഇന്നും ഒരു അഡ്വാൻറ്റേജ് എന്തെന്ന് വെച്ചാൽ ഈ ടാറ്റ മോട്ടോർ കമേഴ്ഷ്യൽ വെഹിക്കിൾ ഇല്ലി പോലെ കയറിയായിരുന്നു. ഇതെന്ന് വെച്ചാൽ അവർ വെളിനാട്ടിൽ ചെന്ന് എക്സ്പാൻഡ് ആയിരിക്കുന്നു. ഇപ്പോൾ മോർ ദാൻ 70% ഓഫ് ദി ടേൺ ഓവർ ഇവാക്കോയിൽ ഇരുന്ന് വരും. ഇത് വന്നിട്ട് വെളിനാട്ട് കമ്പനിയായിട്ട് മാറിയിരിക്കുന്നു. അല്ലാതെ ഈ സോഫ്റ്റ്വെയർ ഒക്കെ എക്സ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ ഇന്ത്യയിൽ മാർക്കറ്റ് ഷെയർ കുറവാകും. 40% ഇരുന്നാൽ മതിയെന്ന് പറയുന്നു. വി ഹാവ് ബിക്കം എ ഗ്ലോബൽ കമ്പനി ആണ് പറയുന്നത്. മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയും 4% ഏറിയിരിക്കുന്നു. ഹീറോ മോട്ടോർ കാർപ്പ് ഹാർലി ഡേവിഡ്സന്റെ ഒപ്പം ചേർന്ന് ടൈപ്പ് ഇട്ട് 0.8% ആണ് ഏറിയിരിക്കുന്നത്. ഗമേൽ 2.6, അറ്റ്കോ 2.2, ഇ 2.1, ടാറ്റ മോട്ടോർ പാസഞ്ചർ 1.5, അജാജ് ഓട്ടോ 1.4, ECS 1.4. തങ്കത്തിന് വേറെ ഇറങ്ങാൻ കാരണം മണപ്പുറവും ഇറങ്ങിയിരിക്കുന്നു. S2 ആണ്. ഇറ്റൻ -2 ഒരേടിയായിട്ട് ഇറങ്ങിയിട്ടുള്ളത്. എ മാൻ ഫ്രം ഗുജറാത്ത് എന്നത് ഒരു വലിയ ഫേമസ് ആയിട്ടുള്ള ഒരു പേരാണ്. ഗുജറാത്തിലിരുന്ന് വന്നവരൊക്കെയാണ് സൺഡേസ എക്സ്പോർട്സ്. അനിൽ അംബാനി ഇതുപോലെ ഒരുപാട് സ്റ്റാർസ് ആ സ്ഥലത്തിലിരുന്ന് വന്നിട്ടുണ്ട്. പോലെയാണ് ഈ രാജേഷ് എക്സ്പോർട്സും. ഈ ഇൻ്റർനെറ്റിൽ ആരാണ് ഓപ്പൺ ചെയ്ത് വെച്ച ഒരുപാട് കൊല്ലത്തിന് മുമ്പ് എന്നൊരു ഫോട്ടോ ചുറ്റിക്കൊണ്ടിരിക്കുന്നു. എനിക്കറിയത്തില്ല സത്യമായില്ല എന്ന്. വരെ നോക്കിയാൽ ഫോറിനേഴ്സിൻ്റെ അടുത്ത് ട്രാൻസാക്ഷനൊക്കെ ചെന്ന് പറഞ്ഞ പറയുന്നു. കമ്പനി വന്നിട്ട് കനറ ബാങ്ക് 508 കോടി രൂപ ലോണും ഗോവിന്ദ പോലെ LICയുടെ കാശ് 10% ഷെയർ ഇതും ഒരു 2,000 കോടി ഇരിക്കും. പോയി ഇന്നത്തിൻ്റെ വില 4,000-ൻ്റെ താഴെ ഇറങ്ങിയിരിക്കുന്നു. ഡോളർ വളരെ സ്ട്രെങ്തൻ ആയിരിക്കുന്നു. കാരണം റേറ്റ് ഹൈ കയറാൻ പോകുന്നു. കാരണം റാലി പോയി. ഈ വാഷ് എന്ത് പറയുന്നു എന്നാൽ വിജയ് എന്നെ ഓൾറെഡി നോമിനേറ്റ് ചെയ്തു. എന്നെ മെറിറ്റിയെ ഞാൻ പേടിക്കൂല. ഒരു മാസത്തിന് ശേഷം സെനറ്റും ഇരിക്കുമെന്നത് സംശയമാണ്. കോൺഗ്രസ് പോയി വളരെ സേഫ്റ്റി എൻ്റെ സ്വരൂപത്തിനെ കാണിക്കും. പിന്നെ റേറ്റിനെയും കയറ്റും എന്ന് പറയുന്നു. ഗോൾഡ് ലോൺ കമ്പനീസൊക്കെ എന്ത് പറയുന്നു എന്നാൽ 85% LTV ലിമിറ്റ് കൊടുത്തിരുന്നാലും കമ്പനിയൊക്കെ 65-ലിരുന്ന് 70% തന്നെ തന്നിരിക്കുന്നു. അവർക്ക് ഒന്നും വിഷമമില്ല എന്നാണ് പറയുന്നു. ഈ 14% കുറഞ്ഞിരിക്കുന്നു. 1 മന്ത് ലോ ആണ്. നിങ്ങളടുത്ത് എന്ത് പറഞ്ഞ് ഗില്ലി തന്നെ എന്ന് പറഞ്ഞായിരുന്നല്ലേ.
അവരും ദീപാവലി സമയം എന്ത് പറഞ്ഞു? "സിൽവർ ഈസ് എ ന്യൂ ഗോൾഡ് സർ. സിൽവർ സേവിങ് അസ് സർ. 1,25,000 നിന്ന് 10,00,000 പോകും സർ. ഇന്റർനെറ്റിൽ തന്നെ പറഞ്ഞിരിക്കുന്നു സർ" എന്നൊക്കെ പറഞ്ഞായിരുന്നു. ഞങ്ങൾ ഈ രൂപ ഡോളറൊക്കെ താഴെ ഇറങ്ങിയതിൻ്റെ ശേഷം 1,25,000 2,13,000 ആയിട്ട് മാറിയിരിക്കുന്നു. ഇപ്പോൾ ഈ വിൽക്കാൻ ശ്രമിച്ച് നോക്ക് 2,10,000 കൂടെ പോകത്തില്ല അത്. വെള്ളിയുടെ കഥ എന്തായി? രൂപ വിളുന്ന ശേഷം കൂടെ ഗോൾഡ് എന്തായി? ജിയോ ഒരു 10% ഗിഫ്റ്റിന് കൊടുത്ത് 6,500 രൂപയ്ക്ക് ഇരുന്ന ഗോൾഡിന് 3,000-ന് ഇറക്കിയിരിക്കുന്നു. ഗോൾഡ് 10% വിടുന്നിരിക്കുന്നു. അതിൻ്റെ ശതവീതം വിളുന്നിരിക്കുന്നു. ഡോളറിൽ 30% വിളുന്നിരിക്കുന്നു. ഇവിടെ നോക്കുവാണെങ്കിൽ പാതിക്ക് പാതി പോയി 4,25,000 രൂപയിൽ നമ്മൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ 2,10,000 കൂടെ വിൽക്കാൻ പറ്റാത്ത സ്ഥിതിക്കാണ് ഇരിക്കുന്നത്. ഇങ്ങനെയാ എന്തോ അറിവിരിക്കുന്നത് ഇത് ഒന്നിലാണ്. സോ ഇതിനെ കറക്റ്റായിട്ട് കേൾക്കുവാണെങ്കിൽ വെള്ളിയുടെ അടുത്ത് പോകാതിരിക്കുന്നത് നല്ലത്. വെള്ളി ഭയങ്കര മോശമാണ്. വെള്ളി സ്വർണ്ണമല്ല. മോണിറ്ററി മെറ്റൽ വേറെ, മോണിറ്ററി മെറ്റൽ വേറെ. 2 കൂടെ 74-ൽ വന്നിരിക്കുന്നു, 73-നും വന്നിരിക്കുന്നു എന്നാണ് പറയുന്നത്. അതിനെക്കുറിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട. കമ്പനിക്കൊക്കെ വളരെ ഫേവറബിളാണ്. പക്ഷെ നിങ്ങൾക്ക് പ്രോബ്ലം ഇല്ല. 108-ന് നിങ്ങൾ ശീലമായല്ലോ. സോ 108-ൽ തന്നെ ഇരുന്നോ എന്ന് പറയുന്നു. ജൂണിൽ ഇതുവരയ്ക്കും 65,000 കോടിയാണ് വിറ്റിട്ടുള്ളത്. മെയിനായിട്ട് ഓയിൽ ആൻഡ് ഗ്യാസിലാണ് വിറ്റിട്ടുള്ളത്. 15 വരയ്ക്കാണ് ഇരിക്കുന്നു ഡേറ്റ. ഇതിൻ്റെ ശേഷം റിമൈനിങ് ഡേറ്റ ഒക്കെ ഇനി വരുമെന്ന് പറയുന്നു. ഇന്നും $800 മില്യൺ കൂടെ വിൽക്കാൻ വച്ചിരിക്കുന്നു. നിങ്ങൾ എത്രയും പറഞ്ഞാലും ഹാപ്പിയായിരിക്കുന്നു. മാർജിൻ ട്രേഡ് ബുക്ക് വന്ന് 1,27,000 കോടി കടൻ വാങ്ങി ഓക്കറെടുത്ത് നിങ്ങൾ മങ്ങാത്ത കളിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നു. ഇതുമല്ലാതെ വട്ടിയും കൂടുതൽ കിട്ടിക്കൊണ്ടിരിക്കുന്നു. 2026-ലും 1,00,000 കോടി ഓപ്ഷൻസിൽ വിട്ടിരിക്കുന്നു. എല്ലാവരും വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്നു. മിഡിൽ ക്ലാസ് ആണ്. അതാണ് മിഡിൽ ക്ലാസ്സിൽ എന്ത് ചെയ്യണമെന്ന് പറയുന്നത്. ഈസി എന്തായെന്നാൽ ഇൻഫ്ലേഷൻ വന്നാൽ ഞങ്ങൾക്ക് എന്ത് വിഷമം, മൺസൂൺ വന്നാണ് ഏത് വന്നാലും നമുക്ക് വിഷമമില്ല. 20,000 കോടി ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് ന്യൂട്രീഷൻ ബേസ്ഡ് FMCG പ്രോഡക്ട്സ്, പിന്നെ ഹോട്ടല്, എഗ്രി ബിസിനസ് ഇതൊക്കെയാണ് ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനെ ഞങ്ങൾ അഡ്വാൻറ്റേജ് ആയിട്ട് മാറ്റും. ഞങ്ങൾ ലോങ് ടേം ഗ്രോത്ത് സ്ട്രാറ്റജിക്കുള്ള ഒരു മീനിങ് ആണ്. പറ്റുവാണെങ്കിൽ നാളെ ഒരു 5 കൺസിഡർ ചെയ്യാം. 1,000 രൂപ പോയാൽ പ്രോബ്ലം ഇല്ല. 85 രൂപ ഡിവിഡൻഡും തീർച്ചയായിട്ടും എത്തും. ടാറ്റ സ്റ്റീൽ എന്ത് ചെയ്യുന്നു എന്നാൽ ഇതിൽ ഒരുപാട് കാശിരിക്കുന്നു. എന്ത് ചെയ്യണം എന്നറിയാതെ ഇരിക്കുന്നു. ഒരു കാലത്തിൽ കഷ്ടത്തിലിരുന്നപ്പോൾ സിംഗപ്പൂരിലുള്ള കമ്പനിയൊക്കെ വിറ്റു. ഇപ്പോൾ എന്ത് പറയുന്നു എന്നാൽ അവിടെ ഡിമാൻഡ് ഒരുപാട് ഉണ്ട് പോലും. അവിടെ ഒരു 1,625 കോടി ഇട്ട് ഇന്റർനാഷണൽ മാർക്കറ്റിനെ തിരികെ പിടിക്കാമെന്ന് നോക്കുന്നു. മാക്സ് സ്റ്റീൽ എന്നൊരു കമ്പനി ഒരു കാലത്തിൽ ടാറ്റ സ്റ്റീൽ വാങ്ങിയായിരുന്നു. കടനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് വിറ്റായിരുന്നു. ഇപ്പോൾ തിരികെ സിംഗപ്പൂരിൽ തന്നെ ഇറങ്ങിയിരിക്കുന്നു. RBI എന്ത് പറയുന്നു എന്നാൽ കൂടെ മാറ്റി എന്ന് പറയുന്നു. ഞങ്ങൾക്ക് എന്താണ് പറഞ്ഞത്? സ്ക്രാൾ പേപ്പറിൽ വന്നിരിക്കുന്നു. ഒരു വലിയൊരു തുകയാണ് ഡൊണേഷനായിട്ട് ചെന്നിട്ടുള്ളത്. അത് ഇൻഡിഗോ മാത്രമാണ് തൊട്ടത്. ഇതൊക്കെ ഒന്നും ഇല്ലടാ എന്നാണ് പറഞ്ഞിരിക്കുന്നു. അപ്പം ഇന്നൊരു കാര്യം ഞാൻ പറഞ്ഞായിരുന്നു, ഇംഗ്ലീഷിൽ പറയുമെന്ന്. കിങ് ഈസ് ഡെഡ്, ലവ് ബൈ കിങ് എന്ന് പറയും ഫോറിനിൽ. RBI എന്ത് പറയുന്നു എന്നാൽ ഉടനെ ഒരു വാർത്തയിൽ തെറ്റായിട്ടു എന്ന് പറയുന്നു. ടൈപ്പ് റൈറ്റിങ്ങിൽ മുമ്പേ ഒക്കെ വെയിറ്റിംഗ് തടവുന്നത് പോലെ വെയിറ്റിങ്ങിനെ തടവി 2 വാർത്തയിൽ അതിനെ കമത്തി എന്ന് പറയുന്നു. ഡെഫിനിഷൻ ഓഫ് ഇൻഡയറക്ട്ലി പബ്ലിക് ഫണ്ട്സ് കാര്യത്തിന് വൈറ്റ് പേപ്പറിൽ വെയിറ്റിങ്ങിനെ തടയിരിക്കുന്നു. എന്തായെന്ന് വെച്ചാൽ ടാറ്റ സൺസ് ഡയറക്റ്റായിട്ട് കടൻ വാങ്ങിയില്ല. കാരണം അവർ പബ്ലിക് ഫണ്ട്സിനെ യൂസ് ചെയ്തില്ല. ഇപ്പോൾ അവർ വേണ്ട, ഇപ്പോൾ ഇരിക്കുന്ന സ്ഥിതിക്ക് ലിസ്റ്റിംഗ് വേണ്ട എന്ന് പറയുന്നു. സോ വലിയ കമ്പനി ആയിരുന്നാലും ചെറിയ കമ്പനി ആയിരുന്നാലും ഈ ഡെഫിനിഷൻ ഞങ്ങൾ മാറ്റിയല്ലേ, വെയിറ്റിംഗ് വെച്ച് തടവിയല്ലേ. വെയിറ്റിംഗ് തടവിയ കാരണം നമ്മൾ പുതിയതായിട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യണം. അതൊക്കെ കോർട്ടിലൊക്കെ സബ്ജക്റ്റ് ഇൻ്റർപ്രിട്ടേഷനായിട്ട് മാറും. ഇപ്പോൾ ഇരിക്കുന്ന സ്ഥിതിക്ക് ടാറ്റ സൺസ് വരത്തില്ല. ഇൻ കോർട്ട് വരയ്ക്കും ചെല്ലും, ലിസ്റ്റഡാ തന്നെ ഇരിക്കും. അതിനെ വിശ്വസിച്ച് ടാറ്റ കെമിക്കൽസ് വാങ്ങിയവരെ കഥയൊക്കെ എന്തായെന്ന് നമുക്കറിയാൻ പറ്റുന്നില്ല. അന്ന് ന്യൂസ് ഞാൻ നിങ്ങളടുത്ത് പറയുന്നത്, റെഡ്ഡി എന്ത് പറയുന്നു എന്നാൽ ഇന്ത്യയെ ഒരു ഗ്ലോബൽ ഡ്രഗ് ഡിസ്കവറി ഹബ്ബാ മാറ്റണമെന്ന് പറയുന്നു. ഇതിന് വന്നിട്ട് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് അക്കാഡമിയ, ഇൻഡസ്ട്രി, ഗവൺമെൻറ് എല്ലാവരും ചേർന്ന് ജോലി ചെയ്ത് ഫാർമയെ വലുതാക്കാം, അവിടെ പേയ്മെൻറ്റ് വരും എന്നൊക്കെയാണ് പറയുന്നു. ഇതുപോലെ തന്നെ ക്യാൻസറിൻ്റെ ബ്ലോക്ക് ബസ്റ്റർ ഡ്രഗ് ഇട്രൂഡാൻ ഒന്ന് ഇരിക്കുന്നു. ഇതിൻ്റെ പാറ്റൻറ്റ് ഇപ്പോൾ എക്സ്പയർ ആകാൻ പോകുന്നു.
അത് വന്നിട്ട് ഒരു 1200 കോടി ബയോസിമിലറിൽ തുടങ്ങിയതാണ്. പിന്നെ എല്ലാവരും ഹോക്കിയെ എടുത്തുകൊണ്ട് ഓടിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ പുറകെ പോലെ വന്നുകൊണ്ടേയിരിക്കും 2030 വരയ്ക്കും. $150 ബില്യൺ ഇതുപോലെ വന്നുകൊണ്ടേയിരിക്കും. ഇതാണ് നമ്മൾ ഫാർമയിൽ ഒരുപാട് ദിവസം കൊണ്ടിരിക്കുന്നത്. IT സെക്ടർ ഹാസ് എ പെർസെൻറ്റേജ് ഓഫ് ഷെയർ ഇൻ ടോട്ടൽ നിഫ്റ്റി 2002 ലെവലിൽ പോയിരിക്കുന്നു. നമ്മൾ അതിൽ ബിഹാർ ആ ടൈമിൽ ചെന്നിരിക്കുന്നു. അതായത് 2002 എന്തിരുന്നോ ഇറ്റ് ഈസ് ലെസ് ദാൻ 7.6% ഓഫ് ടോട്ടൽ ആണ് നിഫ്റ്റി ഏറിയിരിക്കുന്നു. JB മോർഗൻ എന്ത് പറയുന്നു എന്നാൽ 2027 ഈ ഡിമാൻഡ് കാരണം IT കമ്പനി വലുതായിട്ട് പെർഫോം ചെയ്യത്തില്ല എന്ന് പറയുന്നു. ആൽമോസ്റ്റ് 50% ഇറങ്ങിയായിരുന്നു. LNT, TCS, വിപ്രോ, ടെക് മാത്രം 38% വരയ്ക്കും എന്ന് പറയുന്നു. വർഷത്തെ ചേക്കുവാണെങ്കിൽ 50% അടുത്ത് വന്നിരിക്കുന്നു. സിസ് ക്യാപിറ്റൽ വിപ്രോ ഇന്ന് വിറ്റിരിക്കുന്നു. മഹേന്ദ്ര CEO എന്ത് പറയുന്നു എന്നാൽ ശമ്പളത്തിന് കേട്ട് ബോസ് 67 കോടി രൂപ ശമ്പളം, വലിയ ഓടുന്നോ സെയിൽസ് ചെയ്യുന്നു അതിനെക്കുറിച്ച് വിഷമമൊന്നും എനിക്കില്ല. മാസം 5 കോടി രൂപ ശമ്പളം വന്നിരിക്കണം. ഞാൻ എൻ്റെ സ്പേസിൽ നിന്ന് പോകുമെന്ന് പറയുന്നു. CICI ബാങ്ക് 3% കയറി 260 കോടിക്ക് 260 പോകുന്നു. FC ബാങ്കിന് സമയം നോക്കുവാണെങ്കിൽ സമയം ശരിയില്ല എന്നാണ് ഇരിക്കുന്നത്. CICI ബാങ്കിൻ്റെ ജാതകം വളരെ നന്നായിട്ടിരിക്കുന്നു. അമ്മയാരെന്ത് ചെയ്യും? കേട്ടാ 2 ചെയ്യും. ഇന്ന് റിസർവ് ബാങ്കിൽ നിന്ന് കാശിന് എടുക്കും, ഡിവിഡൻഡ് എന്ന് പറയും. ഈ നഗരമായതൊക്കെ വിൽക്കാൻ ഒരു പ്ലാൻ ഇടും. എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് 80,000 കോടിക്ക് വിൽക്കാൻ പോകുന്നു. ഇത് LICയെ കുറച്ച് വിൽക്കാമേ എന്ന് പറയുന്നു. അതുപോലെ തന്നെ IDBI എപ്പോൾ വേണമെങ്കിലും വിൽക്കാമെന്ന് പറയുന്നു. ഈ ഫോറിൻ എക്സ്പോഷറിലൊക്കെ റൂൾസിനൊക്കെ വളരെ ടൈറ്റാണ് വച്ചിരിക്കുന്നു. എന്ത് വേണമെങ്കിലും ചെയ്യും, എങ്ങനെയെങ്കിലും ഡോളറെ കൊണ്ടുപോകാൻ എന്നൊരു നിലയ്ക്കാണ് ഇരിക്കുന്നത്. അവൻ എന്ത് പറയുന്നു എന്നാൽ മഴയേ ഇല്ല, 50% ഡൗണ്, എൽനിനോ കാരണം 50 രൂപയിൽ ഇരിക്കുന്ന അരിസി രൂപയ്ക്ക് വിൽക്കേണ്ട പോസിബിലിറ്റീസ് ഉണ്ട്. കാരണം ഫ്രഷോക്സിന് ലാഭമേ ചെയ്തില്ല. മുതലാളി മാത്രം 200 കോടിക്ക് വീട് വാങ്ങി. റാസിൽ ബോട്ട് ക്ലബിൽ 100 കോടിക്ക് അവർ വീട് വാങ്ങി സെറ്റിലായി. വാങ്ങിയവർക്ക് കഴുത്തിൽ വെള്ളത്തുണ്ടിട്ടാണ് ചുറ്റിക്കൊണ്ടിരിക്കുന്നത്. US ന്യൂ ഹോം സെയിൽസ് വന്നിട്ട് 7.3% ഇരിക്കുന്നു. എക്കോണമി വീക്കാവും, റേറ്റ് ഇരിക്കത്തില്ലയോ? ഹാപ്പി ന്യൂസും വരാം. പോലസ്മെൻറ്റിലും റേറ്റ് ഹൈക്ക് പോകുമോ കുറയുമോ? ഒരു തിണ്ടാണ്ടിരിക്കുന്ന സമയം നമ്മൾ മേലെയും താഴെയും സ്വിങ് ആവും, ഇല്ലെങ്കിൽ അധോഗതിയാണ്. ആണ് നമുക്ക് ഇന്നുള്ള ന്യൂസ്. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. കൊച്ചുങ്ങളുടെ ഫിനാൻഷ്യൽ ലിറ്ററസി ബുക്ക് മണി ഫോർ നത്തിങ് എന്ന ഒരു 2ാമത് പാർട്ട്, ചെക്ക് എങ്ങനെയാണ് ഫില്ല് ചെയ്യണം, ഈ ഡെപ്പോസിറ്റ് ബില്ലൊക്കെ എങ്ങനെയാണ് ഫില്ല് ചെയ്യണം, ആശയം എങ്ങനെയാണ് എവോൾവ് ആയി വന്നു, ബാർട്ടറിൽ ഇരുന്ന് ഡിമോണിറ്ററൈസേഷൻ വരെയുള്ള കാര്യങ്ങളൊക്കെ കവർ ചെയ്തിട്ടുണ്ട് ഇതിൽ. ഇത് 10 മുതൽ 12 വയസ്സ് വരെയുള്ള കൊച്ചുങ്ങൾക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടിരിക്കും. ഈ ബുക്കിന് ഇപ്പോൾ ഒരു സ്പെഷ്യൽ പ്രൈസിൽ 450 രൂപയ്ക്കാളെ കൊടുക്കുന്നു. നിങ്ങൾ ഇതിന് യൂസ് ചെയ്യാം. honeypage.com വെബ്സൈറ്റിനെ സബ്സ്ക്രൈബ് ചെയ്യാം. ഒരാഴ്ചയ്ക്ക് 4 പ്രീമിയം ആർട്ടിക്കിളും ഈ ആർട്ടിക്കിൾസ് ഒരു 10 15 ഇടുന്നു. ഇത് സബ്സ്ക്രിപ്ഷൻ മൂലം നിങ്ങൾ ഇതിനെ ഉപയോഗിക്കാം. ഒരു മാസത്തിന് വെറും 99 രൂപ മാത്രമാണ്. ഞാൻ പറയുന്ന കോൺസെപ്റ്റ്സിനൊക്കെ വളരെ എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിക്കാണ് ഇതിൽ ഇടുന്നത്. ഇത് നിങ്ങൾ വായിക്കുവാണെങ്കിൽ എനിക്ക് ഒരുപാട് പ്രയോജനം ഉണ്ടാകും. നന്ദി, നമസ്കാരം. കൊച്ചുമേക്ക് വേണ്ടി ഒരു പുസ്തകം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വളരെ സക്സസ്ഫുൾ ആയിട്ടും പോയി. ആ പുസ്തകം ആവശ്യമുണ്ടെങ്കിൽ ഈ ടീമിൽ എനിക്ക് കോൺടാക്ട് ചെയ്യാം. താഴെ ഇരിക്കുന്ന നമ്പർ എന്നെ വിളിച്ചാൽ മതി. അല്ലെങ്കിൽ വെബ്സൈറ്റിൽ കോൺടാക്ട് ചെയ്യാം. ഇത് മൂലം ആ പുസ്തകം എനിക്ക് വാങ്ങാം. മറ്റ് പുസ്തകങ്ങളും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ വാട്സപ്പ് മൂലം നിങ്ങൾക്ക് വാങ്ങാം, അല്ലെങ്കിൽ വെബ്സൈറ്റ് ഉപയോഗിച്ചും നിങ്ങൾക്ക് വാങ്ങാം. നന്ദി, നമസ്കാരം. എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ട്, എന്നെ കോൺടാക്ട് ചെയ്യണമെന്ന് നിങ്ങൾ വിചാരിക്കുവാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന മെയിൽ ഐഡിക്ക് നിങ്ങൾ മെയിൽ അയക്കാം. ഞങ്ങളുടെ ടീം നിങ്ങളൊപ്പം കോൺടാക്ട് ചെയ്യും. താങ്ക് യു.